FK എന്നുള്ള സ്ത്രീകള് അവര് റേപ്പ് അടക്കം എല്ലാം പറഞ്ഞിട്ട് പോലും ഞാനിപ്പം പൊതുമാധ്യമങ്ങളിൽ പറയുന്നതിൽ പലതിലും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്രയും കടന്ന് ബഹളം വെച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു പുറത്ത് നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഈ രീതിയിലല്ലാതെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എപ്പോഴും? ഞാനും പലപ്പോഴും ആ സിറ്റുവേഷനുകളിൽ നിന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയണമെന്ന് അറിയാൻ മേലാതായി പോവും, സ്റ്റണ്ടായി പോവും. ചിലർ പറയും അപ്പോഴേ പ്രതികരിക്കണ്ടായിരുന്നു, അപ്പോഴേ ചെയ്യാൻ പറ്റില്ല. ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിരുന്നു? എനിക്ക് അവരോട് യാതൊരു ദേഷ്യവും ഇല്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് അവരെ മനസ്സിലാവും. കാര്യം അവർക്ക് പടം ചെയ്യണ്ടേ. എല്ലാവരുടെ മുന്നിലും ഭയങ്കര ധൈര്യമായിട്ട് നടിച്ച് നടക്കുന്നവരാണ്. ഇവരൊക്കെ ഒരു ഫാൻ ബേസ് കൊണ്ടാണോ ഇങ്ങനെ നിലനിൽക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ സാന്ദ്ര ചേച്ചി ഒരു പടം നിർമ്മിച്ചോ, നമ്മൾ ഇത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നടൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത പോലെ സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? അത്രയ്ക്ക് ധൈര്യമുള്ളവരൊന്നും നമ്മുടെ സിനിമയിലില്ല. ശ്രീ ബി ഉണ്ണികൃഷ്ണനോടും ശ്രീ ആൻഡോ ജോസഫിനോടും അങ്ങനെ ശക്തരായ അവർക്ക് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരോടും എല്ലാവരോടുമായിട്ട് പറയണം, ഞാൻ പടം ചെയ്യും, ഞാൻ ഇനിയും പടം ചെയ്യും. അത് എന്തിനെയൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും ഞാൻ സിനിമ ചെയ്യും. ഇപ്പോഴായാലും ചേച്ചിക്കാണേല് ഒരു അപ്രഖ്യാപിത വിലക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത് അന്ന് ഇങ്ങനെ മാറ്റി നിർത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇല്ല, സാന്ദ്രക്ക് സിനിമ ചെയ്യാം, അങ്ങനെ ആരോട് സഹകരിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ അപ്പോഴല്ലേ ഞാൻ പേടിക്കണ്ടേ? അതെ, നമ്മള് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു, അപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്. പക്ഷെ ഞാൻ അവരോടായിട്ട് തന്നെ പറയാണ്, ശ്രീ ബി ഉണ്ണികൃഷ്ണനോടും ശ്രീ ആൻഡോ ജോസഫിനോടും അങ്ങനെ ശക്തരായ അവർക്ക് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരോടും എല്ലാവരോടുമായിട്ട് പറയണം, ഞാൻ പടം ചെയ്യും, ഞാൻ ഇനിയും പടം ചെയ്യും. അത് എന്തിനെയൊക്കെ തരണം ചെയ്തിട്ടാണെങ്കിലും ഞാൻ സിനിമ ചെയ്യും. പക്ഷെ അതിന് കൂടെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് എല്ലാവർക്കും ഒരു നട്ടലില്ല ആൾക്കാർ കുറവാണ് മലയാള സിനിമയിൽ. ഇങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീയാണ്, അതിലുപരി നല്ലൊരു നിർമ്മാതാവാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിലക്ക് നിലനിൽക്കുമ്പോൾ ഈ പടം ചെയ്യാമെന്ന് ധൈര്യത്തോടു കൂടി വന്ന് ഷൈനികത്തിനെ പോലെ അതുപോലെയുള്ള ആൾക്കാർ കുറവാണ്. ഇങ്ങനെ കൂടെ ഒത്തൊരുമിച്ച് പടം ചെയ്യാമെന്ന് പറയുന്നവര്. അപ്പൊ സാന്ദ്ര ചേച്ചി ഒരു പടം നിർമ്മിച്ചോ, നമ്മൾ ഇത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നടൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത പോലെ സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഇതിന് ശേഷം? അതിന് മാത്രം ധൈര്യമുള്ളവരിവിടെ ഉണ്ടോ? അത്രയ്ക്ക് ധൈര്യമുള്ളവരൊന്നും നമ്മുടെ സിനിമയിലില്ല, സിനിമ ഇൻഡസ്ട്രിയിലില്ല. എല്ലാവരും പക്ഷെ എല്ലാവരുടെ മുന്നിലും ഭയങ്കര ധൈര്യമായിട്ട് നടിച്ച് നടക്കുന്നവരാണ്. ഇവരൊക്കെ ഒരു ഫാൻ ബേസ് കൊണ്ടാണോ ഇങ്ങനെ നിലനിൽക്കുന്നത്? സത്യം അറിയില്ല. അതൊക്കെ സുരേഷ് ഗോപിയാണ് സാറാണ് കൂടുതലായിട്ട് ഈ ലിറ്റിൽ ഹാർട്സിന്റെ ഒക്കെ സമയത്ത് പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന് പറഞ്ഞു. അപ്പോ അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിന്റെ നെടുന്തൂണുകളായി കാണുന്നവരാണ്. പ്രശ്നത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇൻസിഡന്റ് പറയാം. അതായത് എന്റെ പടം ആദ്യത്തെ ആഴ്ച തന്നെ എല്ലായിടത്തുനിന്നും മാറ്റാണ്, പോസ്റ്റർ ഒട്ടിക്കുന്നില്ല, ആദ്യത്തെ ആഴ്ച തന്നെ എല്ലായിടത്തുനിന്നും മാറ്റാണ്. അപ്പൊ ഞാൻ പടത്തിന് നല്ല അഭിപ്രായവും വരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും പടം മാറ്റി. ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. ഞാൻ ശ്രീ ബി ഉണ്ണികൃഷ്ണനെ അടക്കം ഞാൻ എല്ലാവരെയും വിളിച്ചു. എല്ലാ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന എല്ലാവരെയും ഞാൻ വിളിച്ചു, സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ സുരേഷ് ഏട്ടനെയും വിളിച്ചു. ഞാൻ ലിറ്ററലി കരഞ്ഞോണ്ടാണ് വിളിക്കുന്നത്, മനസ്സിലായി? ഞാൻ ലിറ്ററലി കരഞ്ഞോണ്ടാണ് ഞാൻ വിളിക്കുന്നത്, എന്നെ സഹായിക്കണം, എനിക്ക് വേറെ എൻ്റെ ഇത്ര 7 കോടി രൂപ ഇറങ്ങിയിട്ടിരിക്കുന്ന പടമാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞോണ്ടാണ് വിളിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അപ്പം തന്നെ സുരേഷ് ഏട്ടൻ സുരേഷ് കുമാർ സുരേഷ് ഏട്ടനോട് പറഞ്ഞു ഇതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടൻ PVR വിളിച്ച് സംസാരിച്ചു. പക്ഷെ കാര്യമായ എന്തെങ്കിലും അവിടെ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇടപെട്ടു. പക്ഷെ ഒരു അനക്കം ആ പടത്തിന് പിന്നീട് ഉണ്ടായില്ല. ആ ഒരു പടത്തിന് 7 കോടി ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന കേട്ടു, പുള്ളി വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഷോ കൂട്ടിന്ന്. ആകെ ഒരു ഷോ ആണ് കൂട്ടി കിട്ടിയത്. അത് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പറയുന്നു. അപ്പൊ ആരുടെ ക്രെഡിറ്റിൽ അത് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ, ഒരു തിയേറ്ററില്, ലെനിൻ തിയേറ്ററിലാണ് രാത്രി 1 മണിക്ക് ഒരു ഷോ കിട്ടി. രാത്രി 1 മണിക്ക്. അതാണ് എനിക്ക് ഇത്രയും പേരെ ഞാൻ വിളിച്ചു പറഞ്ഞതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട്. ആ ഒരു പേരിനൊന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് പറയാനായിട്ട് ആ ക്രെഡിറ്റ് ഇപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും വേണം.
അപ്പോ അപ്പൊ വേറെ ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിരുന്നോ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല? ഈ ഒരു പ്രശ്നമൊന്നും അവരൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും ഒരു രീതിയിലും അവരുമായിട്ടുള്ള ഒരു അടുപ്പം ഇപ്പൊ അങ്ങനെ വിളിക്കാനുള്ള ഒരു ആക്സസ് ഉണ്ടായിട്ടും അവരെയൊക്കെ എന്തുകൊണ്ടാണ് വിളിക്കാതിരുന്നത്? ഒരു വലിയൊരു നിർമ്മാതാവാണല്ലോ. അതൊരു വലിയ ചോദ്യമാണ്. ഇല്ല, വിളിച്ചില്ല. അത് അത് പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണോ? അല്ല, ഒരിക്കൽ പോലും ഞാൻ എന്താ വെച്ചാൽ നമ്മള് മലയാളത്തിലെ ഒരു എന്താ പറയാ നെടുന്തൂണുകളായിട്ട് കാണുന്ന രണ്ട് അത്രയും നമ്മൾ അത്രയും ആരാധിക്കുന്ന അവരാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും അവർ ഒരു രീതിയിലും ഞാൻ അവരെ ഒന്നും അല്ലേലും ഇതുവരെ അങ്ങോട്ടൊരു കാര്യത്തിനും വിളിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈവൻ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒക്കെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പടത്തിന്റെ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇടാവോ എന്ന് ചോദിക്കുന്നത്, അത് വാട്സപ്പിൽ കൂടെ ചോദിക്കുന്ന അല്ലാതെ ഞാൻ അവരെ രണ്ടുപേരെയും അല്ലാതെ വിളിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടണമെന്നോ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്താ പറയാ ഒരുപാട് ഇപ്പൊ നീതിയൊക്കെ ഒരുപാട് കിട്ടുമായിരുന്നില്ലേ? അങ്ങനെ ആ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ വലിയ വലിയ ഇപ്പൊ പോലും ഞാൻ ആലോചിക്കുന്നത് അവരൊക്കെ എനിക്കെതിരെ ഒരു പ്രസ് മീറ്റുമായി വരാതിരിക്കുന്നത് തന്നെ ഭാഗ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാര്യം ശ്രീ ബി ഉണ്ണികൃഷ്ണനാണെങ്കിലും ശ്രീ ആൻഡോ ജോസഫ് ആണെങ്കിലും ഒക്കെ ഇവരുടെ വളരെ അടുത്ത ആളുകളാണ്. അപ്പൊ അവർക്കെതിരെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചിലപ്പം പുള്ളിയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് എനിക്കെതിരെ ഇരുത്താം. അതെ അതെ. അപ്പം അതൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ഫാമിലിയാണ് എപ്പോഴും കൂടെ. ഫാമിലി നൽകിയ ഒരു സപ്പോർട്ട് അവരെപ്പോഴെങ്കിലും ഇങ്ങനെ എൻ്റെ മകൾക്ക് നേരെ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളും എൻ്റെ മകൾക്ക് എപ്പോഴും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന അവര് പൊട്ടിക്കരയുന്നൊരു നിമിഷം ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മാതാപിതാക്കൾ അങ്ങനൊന്നും. ഞാൻ പറഞ്ഞില്ല, അവർക്ക് വിഷമം തോന്നിയേക്കുന്നത് മറ്റേ ഓം ശാന്തി ഓശാനയുടെ കേസിൽ തീർച്ചയായിട്ടും വിഷമം തോന്നിയിട്ടുണ്ട്. അതല്ലാതെ ഇതൊക്കെ അവർക്ക് ഞാൻ എന്തുകൊണ്ട് തിരിച്ച് ഇത് സംസാരിക്കണം അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കണം അല്ലെങ്കിൽ കേസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതിലേക്ക് വരുന്നത് എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി. മനസ്സിലായോ? ഇപ്പം നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ വീട്ടുകാർക്കും ഒന്നും നമ്മുടെ വിഷമങ്ങൾ കേൾക്കണ്ട. എല്ലാവർക്കും നമ്മുടെ സന്തോഷങ്ങൾ അറിഞ്ഞാൽ മതി. വിഷമം ആർക്കും ഇതല്ല. അപ്പൊ എൻ്റെ വിഷമമെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ബെയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര ഭാരമായി. എനിക്കത് ആ സമയമായിരുന്നു എനിക്ക് ഓവർകം ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടിയത്. അവിടുന്ന് ഞാൻ കേസ് കൊടുക്കാൻ തീരുമാനിച്ചതോടുകൂടി സത്യത്തിൽ ഞാൻ റിലാക്സ്ഡ് ആയി. അതുവരേക്കും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട്. എനിക്കിത് ആരോടും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ തന്നെ ഇരുന്ന് കേൾക്കാൻ ആളില്ല. മനസ്സിലായി? വിഷമങ്ങൾ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും സന്തോഷം മാത്രം കേട്ടാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും സന്തോഷങ്ങളും മാത്രം എല്ലാവർക്കും അറിഞ്ഞാൽ മതി. വിഷമങ്ങൾ കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. വിഷമം ഉണ്ടാവുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എല്ലാവർക്കും അത് തന്നെയായിരിക്കും. മനസ്സിലായോ? അത് എൻ്റെ മാത്രം കാര്യമല്ല. നമുക്കൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു വിഷമം വന്നാൽ നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് എന്തുകൊണ്ട് നമുക്കിത് സംഭവിച്ചു എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം. ഞാൻ തിരിച്ച് കേസ് കൊടുക്കാൻ തീരുമാനിച്ചവിടുത്ത് എല്ലാം ഉൾട്ടയായി. കാര്യം എല്ലാവരും അപ്പൊ അതിൽ പിന്നെ നമുക്ക് വരാവുന്ന ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്നുള്ളവർ പറയും, എന്തിനാണ് കേസ് കൊടുക്കുന്നത്, വേണ്ട, അതിലേക്കൊന്നും പോണ്ട ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ കേൾക്കൂലായിരുന്നു. മനസ്സിലായോ? കാര്യം ഞാൻ ആ ലെവലിലേക്ക് എത്തി. അത്രയും തരണം ചെയ്ത് ഇനി എനിക്ക് ഫൈറ്റ് ചെയ്തേ മതിയാവൂ. ഇനി ഇതിനെ ഞാൻ എതിർക്കും, ഇതിനെ ഞാൻ ചെറുക്കും എന്നുള്ളത് ഞാൻ മൈൻഡ് കൊണ്ട് പ്രിപ്പയർഡായി. അതുകൊണ്ട് ഇപ്പം എന്നോട് വന്ന് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും, ഇപ്പം ഇതെന്തിനാ ചെയ്യുന്നത്, ഇത് ചെയ്യേണ്ട, ഇത് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടുകാരെന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞില്ല. അവര് കൂടെ നിന്നതേ ഉള്ളൂ. കാര്യം ഞാൻ അനുഭവിച്ചു, അവര് കണ്ടു. ഞാൻ എന്ത് കൂടെയാണ് കടന്നു പോയെന്നുള്ളത് അവര് കണ്ടു. ഞാനിപ്പം പൊതുമാധ്യമങ്ങളിൽ പറയുന്നതിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം നമുക്കെല്ലാം എല്ലാരെയും കരിവാരി തേച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല.
മനസ്സിലായി. എനിക്കങ്ങനെ ആരെയും മോശക്കാരാക്കണമെന്നുമില്ല. എനിക്കിത് അളം മുട്ടിയല്ല ഇതും കടിക്കും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ വർഷങ്ങളോളം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ട്. അതൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഒരിക്കലും ചേച്ചിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും. എന്തെങ്കിലും ഒരു പുറത്ത് നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഈ രീതിയിലല്ലാതെ നേരിടേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് അങ്ങനെ മിസ്ബിഹേവിയർ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പൈസ ആവശ്യപ്പെട്ട് കോംപ്രമൈസ് അങ്ങോട്ട് പൈസ ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തരാം, അങ്ങനത്തെ എന്തെങ്കിലും വിലപേശൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലായില്ല എനിക്ക്. പൈസ ആവശ്യപ്പെട്ടിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ കൂടെ നിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇത്ര പൈസ അങ്ങനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു. ഇപ്പോഴും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരല്ല, ചില വ്യക്തികൾക്കെതിരെ മാത്രം. അത്രേ ഉള്ളൂ. അസോസിയേഷൻ എഗെയിൻസ്റ്റ് അല്ല ഞാൻ. അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസോസിയേഷനാണ് അത്. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ പണ്ടത്തെ ആൾക്കാർ തുടങ്ങിയേക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല ഇപ്പൊ ഇവര് ഇപ്പൊ കുറച്ചു പേർക്ക് മണി മേക്കിംഗ് എന്നുള്ള ഒരു രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് ചിലർക്കൊക്കെ പടം ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് ഇതിന്റെ പേരിൽ കുറച്ച് പടമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അധികാരത്തിലിരിക്കുന്നതിന്റെ പേരിൽ കുറച്ച് പടം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനു വേണ്ടി അതിനെ തള്ളിപ്പിടിച്ചിരിക്കുന്നതെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അസോസിയേഷൻ എന്നും നിലനിൽക്കണം. തീർച്ചയായിട്ടും ഇനിയും കുറച്ച് പേര് മാത്രമാണ് അതിനകത്ത് ഈ പറയുന്ന ഇങ്ങനത്തെ ആളുകളുള്ളൂ. ബാക്കിയെല്ലാം ബേസിക്കലി നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറയുന്ന നിർമ്മാതാക്കളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിലുള്ള സ്ത്രീ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു സ്ത്രീ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ട് നമുക്കിത് ഒത്തുതീർപ്പാക്കാം, നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തിരുന്നു? ഒരിക്കലും ഇല്ല. ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും ഒരു സ്ത്രീയുടെ വേദന മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവരിതിങ്ങനെ, എനിക്ക് അവരോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അവരോട് യാതൊരു ദേഷ്യവും ഇല്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് അവരെ മനസ്സിലാവും, അവരുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. കാര്യം അവർക്ക് പടം ചെയ്യണ്ടേ, അവർക്ക് സിനിമ ചെയ്യണ്ടേ. അപ്പൊ അവർക്ക് ഇവരുടെ കൂടെ നിന്നല്ലേ പറ്റുള്ളൂ. ഞാൻ പൊതുവേ സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവും അത്. ഞാൻ ഈ സ്റ്റേജസിൽ കൂടെ എല്ലാം കടന്നു പോകുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആരും ഇടപെട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ഒറ്റക്ക് നിന്ന് പോരാടാൻ. തീർച്ചയായിട്ടും അതെ. എന്റെ കൂടെ വരാം, എന്റെ ഇത് എന്ന് പറയുമ്പോൾ ഞാൻ വേണ്ടെന്നാ പറയാറ്. വേണ്ട, ഞാൻ മതി. ഇനി ഞാൻ പറയുന്ന വേറൊരാള് വന്നു കഴിഞ്ഞാൽ അവര് പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ലല്ലോ. അവര് പറയുന്നത് എന്താന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ശ്രമിക്കുന്നുള്ളൂ, എന്റെ അനുഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് നടന്മാരിപ്പോ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു നിർമ്മാതാവെന്നില്ല, ഒരു സ്ത്രീ നിർമ്മാതാവെന്നില്ല, എപ്പോഴും അവരവരുടെ പടത്തിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാൻ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ അല്ലാതെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികമല്ലേ. അവർ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് പുറത്തെ ഡേറ്റ്സ് വളരെ വിരളായിരിക്കും കൊടുക്കുന്നത്. അപ്പം അതിന് തന്നെ 100 ആൾക്കാരായിരിക്കും നിൽക്കുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറയുന്ന അവർ പടം പ്രൊഡ്യൂസ് ചെയ്യണം, എന്നാലേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഒരുപാട് ഇപ്പം പെരിച്ചാഴിയിലാണ് നിർമ്മാണം എന്ന് പറയുന്നത് കാശിറക്കല് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പം അത് ഒരുപാട് മെന്റൽ ട്രോമാസിലൂടെ കടന്നു പോകും. പലരുടെയും ടാൻട്രം മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ദിവസം എത്ര തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് നമ്മളിപ്പോ എന്താ പറയാ, ആ ഒരു ഈ പെരിച്ചാഴിയില് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത്, അപ്പൊ സക്കറിയുടെ ഗർഭിണിയിലാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട്, അതുപോലെ തന്നെ പുതുമുഖ നായികമാരെയും ഒരുപാട് ടെക്നീഷ്യന്മാരെയും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും അങ്ങനെ സാന്ദ്ര ചേച്ചിക്ക് ഒരു സപ്പോർട്ട് തന്നിരുന്നെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരുന്നില്ല? ഒരു വലിയൊരു ആ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി എനിക്ക് ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവുമായിരുന്നില്ലേ? അറിയില്ല, അതൊക്കെ അവർക്ക് തോന്നേണ്ട കാര്യങ്ങളല്ലേ, അത് ഞാൻ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ മതി. പറയേണ്ടവർക്ക് പറയാം, പുറത്തേക്ക് വരേണ്ടവർക്ക് സംസാരിക്കാം, അല്ലാത്തവർ വരണ്ട. ഞാൻ ആരെയും നിർബന്ധിക്കൂല്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ എന്റെ കാര്യങ്ങളും മാത്രമാണ് പറയുന്നത്.
നീ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീർച്ചയായിട്ടും മുന്നോട്ട് അപ്പൊ ഇനി പടം അഥവാ ചെയ്യാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ സമീപിച്ച് അവരത് വിമുഖത കാണിക്കുവാണെങ്കിൽ അന്നേരം ഇങ്ങനെയുള്ള ഇനിയും ശബ്ദം ഇങ്ങനെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ആ ഒരു പ്രതികരണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും പ്രതികരണം എന്നുള്ളതല്ല, നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് വഴികൾ നോക്കണം. ഇനി പടം ചെയ്തില്ലെങ്കിൽ അടുത്ത എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ ഇവരിത് ഇറക്കില്ലെങ്കിൽ എവിടെ എന്ത് ചെയ്യാൻ പറ്റണം എന്നുള്ള വഴികൾ നോക്കണം. എല്ലാ കാലത്തും ഇവർ രാജാക്കന്മാരായിട്ടിരിക്കില്ലല്ലോ, എല്ലാ കാലത്തും ഇവർക്ക് ഈ ഭരണം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കില്ലല്ലോ, അത് മാറി വരുമല്ലോ. ഇപ്പൊ അമ്മ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ സംഘടന അതിന്റെ സംഘടന എല്ലാ രീതിയിലും അതിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു അമ്മ കുടുംബസംഗമൊക്കെ നടത്തിയെങ്കിൽ പോലും അവിടെ ഇപ്പോൾ ഒരു നാഥനില്ലാത്ത പോലത്തെ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ അമ്മ സംഘടനയെ കുറിച്ച് ഇത്രയും വർഷക്കാലം ഒരു നിർമ്മാതാവായി നിന്ന ഒരാളെന്നതിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് എല്ലാവരുമായിട്ട് ഇടപെട്ട ഒരാളെന്നതിൽ അമ്മ സംഘടനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് അതിനകത്ത് കൂടുതൽ കമൻറ്റ് ചെയ്യാനൊന്നുമില്ല അമ്മ സംഘടനയെക്കുറിച്ച്. കാര്യം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല അമ്മ അസോസിയേഷനിൽ. പിന്നെ അവർ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരു അസോസിയേഷൻ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, ഇപ്പം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതൊക്കെ അറ്റ്ലീസ്റ്റ് അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നും അതൊന്നും ഇല്ല. ഇവിടെ അവർക്ക് പെൻഷൻസ് ഉണ്ട്, അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഒക്കെ വലിയ എമൗണ്ട് ആണ്. പിന്നെ ഈ അസുഖമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് അമ്മയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ഒരു ദിവസത്തെ ഭക്ഷണം മേടിക്കാൻ കാശില്ലാത്ത പ്രൊഡ്യൂസേഴ്സ് വരെ ഉണ്ട്. അത്രയും ബുദ്ധിമുട്ടിലായ മരുന്ന് മേടിക്കാൻ കാശില്ലാത്തവര്, അങ്ങനെ അത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം പിന്നെ അവര് കുടുംബസംഗമം നടത്തുന്നു, എല്ലാരെയും ഒത്തുചേർന്ന്, അതൊക്കെ നോക്കുമ്പോൾ അത് പോസിറ്റീവ് അല്ലേ? നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഒരു സംഗമം എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡിക്ക് അത് കുറച്ച് രാജാക്കന്മാർ വരുന്നു, ഇരിക്കുന്നു, അവർക്ക് പറയാനുള്ളത് വായിച്ചു കേൾപ്പിക്കുന്നു, ഓക്കെ കഥം, ഇനി ഭക്ഷണം കഴിക്കുക, പോക്കോ, വീട്ടിൽ പോകുക. നമ്മുടെ അഭിപ്രായത്തിന് ഒന്നുമില്ല, ഒരു വിലയുമില്ല. പിന്നെ നമ്മൾ ഈ നടന്മാർക്ക് വേണ്ടി ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു താരപദവിയുള്ള നായികമാർക്ക്, ഇപ്പൊ മഞ്ജു വാര്യർ പോലെ, അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി, നസ്രി, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ അങ്ങനെ ഡേറ്റിന് വേണ്ടി ഇപ്പോൾ അങ്ങനെ കാത്തു നിൽക്കുന്ന നിർമ്മാതാക്കളോ ഡയറക്ടേഴ്സോ ഇപ്പോൾ ഉണ്ടോ? അത് അവർക്ക് തിയേറ്ററുകൾ കിട്ടുന്നുണ്ടോ ഇങ്ങനെ നായികമാരെ വെച്ച് പടങ്ങൾ ചെയ്യുമ്പോൾ, കേന്ദ്ര കഥാപാത്രമായിട്ട് ചെയ്യുമ്പോൾ? എനിക്ക് നമുക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമ ചെയ്യുന്നു, കട്ട്, അവിടുന്ന് ഞാൻ നേരെ എൻ്റെ വീട്, കാര്യങ്ങള്, പിള്ളേര്, അതൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എന്താണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നടക്കുന്നത് എന്താണ് അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്കറിയില്ല അവര് നായികമാരുടെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽപ്പുണ്ടോ, ഇതിനു വേണ്ടി, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വിളിക്കുമ്പോൾ എടുക്കാറുണ്ട്. എനിക്ക് ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരാളെ വിളിച്ചിട്ട് എനിക്കൊരു പടം ചെയ്യാൻ പോവാണ്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് യെസ് ഓർ നോ പറയാറുണ്ട്. തിയേറ്ററുകളിൽ അങ്ങനെ ഇന്ന നടന്മാർക്ക് നല്ല ഓരോ ഇതനുസരിച്ചാണല്ലോ വാല്യൂ. അപ്പോൾ തിയേറ്ററുകളിൽ ഇങ്ങനെ ഇവരുടെ പടം മാത്രം എടുക്കുക, ഇവരുടെ പടം മാത്രം ഇടുക, അപ്പോൾ പ്രത്യേക ആൾക്കാരെ മാറ്റി നിർത്തുക, അങ്ങനെ എപ്പോഴെങ്കിലും? അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തിയേറ്ററിൽ എപ്പോഴും എന്തിനാണോ ഹൈപ്പ്, എന്താണോ ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് തിയേറ്ററുകാർക്കും വേണ്ടത് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതല്ലാതെ ഇന്ന ആളെ മാറ്റി നിർത്തുക എന്നുള്ളതൊന്നും ഇല്ല. പിന്നെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഈ അസോസിയേഷനിലൊക്കെ എന്ത് മാറ്റം വരണം എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മാറ്റങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നിന്നല്ലേ മാറ്റങ്ങളെല്ലാം വന്നത്. ഇവിടെ നിന്നല്ലേ മലയാള സിനിമയിൽ നിന്ന് എന്തായാലും ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ഇവിടെ നിന്ന് വരുന്ന മാറ്റങ്ങളാണ്. ഇതൊന്നും ഇവിടെ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള കാര്യങ്ങൾ. എല്ലാ ഇൻഡസ്ട്രിയും വളരെ പോസിറ്റീവായിട്ട് ഇവിടെയൊക്കെ വരണം എന്ന ആഗ്രഹം, ഈ സർക്കാരാണ് അതിനൊരു നേരിയ ചലനെങ്കിലും ഉണ്ടാക്കിയത്. അപ്പം ആ കാര്യത്തിലൊക്കെ നമ്മുടെ ഇൻഡസ്ട്രി, നമ്മളിപ്പോ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് പോയി, അവിടെ പല രാജ്യത്തു നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ മലയാള സിനിമയെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇവിടുന്ന് വൈഡ് വെറൈറ്റി ഓഫ് സിനിമകളാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനെയൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ചില പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടാവും, അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്, എല്ലാം നല്ലയാവും.
പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഞാൻ ഒരു പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ ഹണി റോസിന്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അതുപോലെയല്ല സ്ത്രീകളെ ഒരു കമ്മോഡിറ്റി ആയിട്ട് വളരെ കുറച്ച് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ. മറ്റ് സ്ഥലം ഇപ്പൊ എന്തായാലും പാട്ടുകളായാലും സീൻസ് ഒക്കെ ആയാലും ആണുങ്ങൾക്ക് എപ്പോഴും ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്. സ്ത്രീകൾ എപ്പോഴും കമ്മോഡിഫിക്കേഷൻ അങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും അതിനെതിരെയൊക്കെ അങ്ങനെ മറ്റ് സ്ത്രീകൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ലൊക്കേഷനിലായാലും അങ്ങനെ ഇടപെട്ടിട്ടൊക്കെ ഉണ്ടോ ചേച്ചി? തീർച്ചയായിട്ടും ഒരുപാട്. അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും സ്ത്രീകൾ ഭയങ്കര വീക്കാണ് പല കാര്യത്തിലും. അപ്പം ഞാനും പലപ്പോഴും ആ സിറ്റുവേഷനുകളിൽ നിന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയണമെന്ന് അറിയാൻ മേലാതായി പോവും, സ്റ്റണ്ടായി പോവും. ചിലർ പറയും അപ്പോഴേ പ്രതികരിക്കണ്ടായിരുന്നു, അപ്പോഴേ ചെയ്യാൻ പറ്റില്ല, ഫ്രീസ് ആയി പോവും, സ്റ്റണ്ടായി പോവും. നമുക്ക് ചില സമയത്ത് എന്ത് ചെയ്യാം, കുറച്ച് കഴിയുമ്പോഴായിരിക്കും അയ്യോ അവർ നമ്മളോട് ചെയ്ത ശരിയല്ല, നമ്മൾ അതിന് പ്രതികരിച്ചില്ലല്ലോ എന്നൊക്കെ ഇത് അല്ലെങ്കിൽ ഞാൻ ഇത് എങ്ങനെയാ പ്രതികരിക്കണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ. പല സ്ത്രീകളോട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാവരെയും. ഇപ്പം ഹണി റോസിന്റെ വിഷയത്തിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് എടുത്തത്. അതിനു വേണ്ടി ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എല്ലാരും എന്താ പറയാ ഇറങ്ങുന്ന കണ്ടു. സിമിലർ കേസല്ലേ നമ്മുടെയൊക്കെ. എന്നിട്ട് ആ വിഷയത്തിൽ എന്താ അനങ്ങാത്തത്? ആ വിഷയത്തിൽ ആരും അനങ്ങുന്നില്ല. ഇത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് പുറത്തുനിന്നൊരു വ്യക്തിയായപ്പം എല്ലാരും കൂടെ കയറി സർക്കാരടക്കം ഇപ്പൊ ഈ ഫെഫ്കെ എന്നുള്ള സ്ത്രീകള് അവര് റേപ്പ് അടക്കം എല്ലാം പറഞ്ഞിട്ട് പോലും ഇത്രയും പുറത്തേക്ക് വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഒരു ഏല അനങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു. അതെ അതെ. ഇപ്പൊ ഹേമ കമ്മിറ്റി ആണേലും 5 വർഷം അത് പലർക്കും പല ഇതാണ് താല്പര്യങ്ങളാണ്. അതായത് ഒരാൾക്കൊരു ന്യായമെങ്കിൽ ഇപ്പം ഹണി റോസിന് അവിടെ പെട്ടെന്നൊരു നീതി കിട്ടി. അതെ. ബാക്കിയുള്ളവര് ഇവിടെ കരഞ്ഞു വിളിക്കുന്നു, നിരാഹാരം കിടക്കുന്നു, എല്ലാം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. അതെ. അത് അവർക്ക് ആ ഒരു ഫിഗറും ആ ഒരു ഇതും ഇല്ലാത്തതാണോ അവരുടെ പ്രശ്നം? അതെ അതെ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാം സ്ത്രീകളല്ലേ, എല്ലാവരും ഒരുപോലെ കാണണ്ടേ? എല്ലാവരും ഒരാൾക്കൊരു നീതി മറ്റൊരാൾക്ക് വേറൊരു നീതി അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സർക്കാരാണ് ഈ വിഷയത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ച് ഇടപെട്ടതെങ്കിൽ കൂടി ഒരു 5 വർഷം തടഞ്ഞു വെച്ചു. എന്നിട്ട് പിന്നെയാണ് അത് പബ്ലിഷ് ചെയ്തത്. എന്നാൽ അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇതുവരെ അത് നമുക്ക് അവസാന സംഭവം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ SIT രൂപീകരിച്ചു. SIT രൂപീകരിച്ചതിന് ശേഷം ഈ പുറത്തേക്ക് വന്ന് കംപ്ലൈന്റ് കൊടുത്ത സ്ത്രീകളെ എല്ലാം പുറത്താക്കിയിട്ട് കംപ്ലൈന്റ് കൊടുത്ത സ്ത്രീകളെ അവരുടെ അസോസിയേഷനിൽ നിന്നും എല്ലായിടത്തുനിന്നും പുറത്താക്കി. അപ്പം ഈ പുറത്താക്കുമ്പോ ഈ സിനിമാക്കാര് ഈ സർക്കാരിനെയല്ലേ വെല്ലുവിളിച്ചത്. സർക്കാർ അവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ അത് ന്യായമാണോ? അതെന്താ ആരും ചോദിക്കാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാർ വിവിധ വിഷയങ്ങളിൽ ഇപ്പോ ഇടപെടുമ്പോ പോലും ഇപ്പൊ ചേച്ചിയുടെ വിഷയമാണെങ്കിൽ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളിൽ സർക്കാർ ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ സ്ത്രീകൾ ഈ ഫെഫ്കയില് ഇവര് മന്ത്രിമാരെയൊക്കെ പോയി കണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും ഒരു റിപ്ലൈ പോലും വനിതാ കമ്മീഷനിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരു അനക്കാരി, എല്ലായിടത്തും ഇവരുടെ ഇൻഫ്ലുവൻസ് അത്രയും വലിയ. അപ്പം സാധാരണ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയ വമ്പൻ സ്രാവുകൾക്ക് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത്. അവർക്ക് അത് ഉണ്ട്. അതുകൊണ്ട് അവരെ മാക്സിമം സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും. അത് സ്ത്രീകളാണ് എന്നും ഇരയാക്കപ്പെടുന്നത്. പുരുഷന്മാർക്ക് ഇപ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എത്ര വലിയ ഒരുപാട് ഒന്നും വേണ്ട, എല്ലാ കാര്യത്തിലും ഞാൻ സത്യത്തിന്റെ കൂടെ നിൽക്കും, ഞാൻ സത്യം വിളിച്ചു പറയും, നിങ്ങൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയും, സത്യത്തിന്റെ കൂടെ നിൽക്കും എന്ന് പറയുന്ന ഷാജൻ സാറ് തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് തയ്യാറായി. അദ്ദേഹം മുന്നോട്ട് വരുന്നില്ല. ഇത് എത്രയോ ഇങ്ങനൊരു സാധനം വന്നിട്ട് എത്രയോ നാളുകളായി. ഈ കാര്യത്തെ കുറിച്ച് പഠിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പഠിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ജനങ്ങൾ അറിയണ്ട. അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. അത് അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ ഒന്നിനെയും ഭയക്കുന്ന ഒരാളല്ല എന്ന് വിളിച്ചു പറയുന്ന ഒരാളാണ്. അപ്പം ആരെയും ഭയക്കാതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാള് ഇത്രയും നാള് ഭയന്ന് അവരെ ചെയ്തിട്ടില്ല, ഒരു വീഡിയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ചെയ്യാതിരിക്കണം? കാര്യം അവർക്ക് അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നെക്കാളും ശ്രീബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായിരിക്കാം.
അത് പക്ഷെ ഞാനൊരു ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരാളാണ്. അപ്പം എനിക്കത് എന്താ പറയാ, എനിക്ക് ശരിക്കും പോരാട്ടമാണ്. അതെ, അത് ഇച്ചിരി ടഫാണ്. അത് മറ്റുള്ളവർ കാണുമ്പോൾ എണ്ണിപ്പെറുക്കലായി തോന്നാം. മറ്റുള്ളവർക്കത് എന്താണ്, ഇത് കഴിഞ്ഞില്ലേ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഒക്കെ. പക്ഷെ എനിക്ക് ഞാനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ കരയുന്ന കുട്ടിക്ക് കരയല്ലേ. ആ ഉള്ളിലുള്ള ഒരു വിഷമമാണിത്. അതെ അതെ, തീർച്ചയായിട്ടും ആണ്. കാര്യം നമ്മൾ ഇത്രയും കടന്ന് ബഹളം വെച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. കാര്യം അവരത്രയും പവർഫുൾ ആണ്. എല്ലാവരെയും അടിച്ചമർത്താനും എല്ലാവരുടെയും വോയിസ് എന്താണ്, ഇപ്പൊ പല ന്യൂസും എല്ലാവരും മുക്കി. അത് എന്തുകൊണ്ടാണ്? ഒരു ദിവസം ചർച്ച ചെയ്തിട്ട് അത് പേരിന് വേണ്ടി ചർച്ച ചെയ്യാൻ, കാര്യം ഞാൻ അത്രയും ശബ്ദം ഉയർത്തുന്നത് കൊണ്ട് പേരിന് വേണ്ടി ചർച്ച ചെയ്യാൻ വിടുക. അല്ലെങ്കിൽ ഞങ്ങളത് ക്യാരി ചെയ്തില്ല എന്ന് മറ്റുള്ളവർ പറയില്ലേ എന്ന് ഓർത്ത് മാത്രം ക്യാരി ചെയ്യുന്ന ഒരു ദിവസത്തെ ന്യൂസ് ചർച്ചയിൽ മാത്രം ഒതുക്കി അത് പിന്നെ അതങ്ങ് വിട്ടുകളയും. അപ്പോൾ അതിന്റെ പിന്നാലെ പോവോ, അല്ല അതിന്റെ എന്തായി എന്നുള്ള അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്ക് പുറകെ മാത്രമാണ്. അവർക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളതല്ല, ഇത് വമ്പന്മാരായതുകൊണ്ട് അവർക്കെതിരെ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, അവരെ ഭയമുള്ളത് കൊണ്ടാണ്. സിനിമ ഇൻഡസ്ട്രി ആയിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അവരൊക്കെ ആണ് വേണ്ടത് എന്ന തോന്നലുള്ളത് കൊണ്ടാണ്. ആയിക്കോട്ടെ, എന്തെങ്കിലും എല്ലാം തെളിഞ്ഞു വരുമല്ലോ. അതെ, ഇപ്പോ കാലം മായ്ക്കാത്ത മുറിവുകളില്ല, കാലം മായ്ക്കാത്ത ഒരു ഇതും അടയാളങ്ങളും ബാക്കി വെക്കുന്നില്ല. അപ്പൊ ഒരുപാട് കാലം ഒരു നീതി തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഈ സർക്കാരിനോടൊക്കെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് നയം ഇപ്പൊ ഏത് ഇതിലാണേലും ചേച്ചിയുടെ ഒക്കെ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ ഇടപെടേണ്ടതാണ്. കാരണം ഇത്രയും ശബ്ദിക്കുന്നതാണ്. എല്ലാവർക്കും, ഒരാൾക്ക് വേണ്ടിയല്ല ശബ്ദിക്കുന്നത്. സ്ത്രീകൾക്ക് ഈ ഹേമ കമ്മിറ്റിയിലായാലും എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ശബ്ദമുയർത്തിയ ഒരാളാണ്. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് ചേച്ചിക്ക്? നമ്മുടെ ഇപ്പം ഭരിക്കുന്ന സർക്കാർ, വീണ ജോർജ് മാം എന്നെ വിളിച്ചിരുന്നു, എന്നോട് ശക്തമായി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു, എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, വിഷമിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഒരു വലിയ ആശ്വാസം തന്നെയാണ്. മനസ്സിലായോ? അങ്ങനെ അവരെ പോലുള്ള ഒരാൾ വിളിച്ച് നമ്മളോട് സംസാരിക്കുക, നമ്മളോട് കൂടെ നിൽക്കുന്നെന്ന് പറയുക, അതൊക്കെ വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഹണി റോസിന്റെ ഒക്കെ വിഷയത്തിൽ എടുത്തതുപോലുള്ളൊരു ആക്ഷൻ എടുക്കുന്നില്ല. അവരെ വിശ്വസിച്ചിട്ടാണ് SIT പോകുന്നതും കംപ്ലൈന്റ് കൊടുക്കുന്നതും, ഈ പറയുന്ന ഞാനടക്കമുള്ള 4-5 സ്ത്രീകള്. പക്ഷെ എല്ലാവരെയും പുറത്താക്കി, ഇവരെല്ലാരും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളെയൊക്കെ പുറത്താക്കിയിട്ട് സർക്കാർ ഇതുവരെ ഒന്നും ഇടപെട്ടത് പോലുമില്ല. അതിൽ നമുക്ക് അമർഷമുണ്ട്, സങ്കടമുണ്ട്. എല്ലാത്തിലും ശക്തമായി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി സ്ത്രീകൾക്കൊപ്പം, എല്ലാത്തിലും സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യച്ചങ്ങല കെട്ടിയ നാടാണ്. അത് ചിലപ്പം അദ്ദേഹത്തിന്റെ ഓഫീസുമായോ അല്ല അദ്ദേഹവുമായോ നമുക്ക് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് ചെല്ലാനോ പറ്റാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇടപെടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെ ഇടപെട്ടവർക്ക് നീതി കിട്ടിയിട്ടുണ്ട്, അല്ലാത്തവർക്ക് ആണ് ഈ ബുദ്ധിമുട്ടുണ്ടായേക്കുന്നത്. അപ്പോൾ ഇനി ഒന്നും നടന്നില്ലെങ്കിൽ അങ്ങനെ ഒന്ന് സമീപിക്കാം, മുഖ്യമന്ത്രിയെ കാണാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ? മുഖ്യമന്ത്രിയല്ല, നേരിട്ട് എല്ലാ ഫൈറ്റിനും ഒരുങ്ങി അത് കുറെ നാളായി തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി എന്ത് വന്നാലും ഈ നീതി കിട്ടിയിട്ടേ ഞാൻ അടങ്ങിയിരിക്കൂ എന്നൊരു നിലപാട് തന്നെ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതറ്റം വരെ പോയാലും ഞാൻ ഫൈറ്റ് ചെയ്യും. ഏതറ്റം വരെ പോയിട്ടല്ല, അതിപ്പോ സുപ്രീം കോടതി വരെ പോണ്ടി വന്നാൽ പോലും ഞാനത് ഫൈറ്റ് ചെയ്യാതെ പിന്നോട്ട് ഒരിക്കലും. അത് ഒരു വലിയൊരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് പ്രതികരിക്കേണ്ടത് പിന്നെ ആവട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തി, ക്ലാരിഫിക്കേഷൻ വരുത്തി, ജനങ്ങൾ എപ്പോഴും ഇപ്പോൾ സാന്ദ്ര ചേച്ചിയുടെ കൂടെയാണ്. അത് പല വീഡിയോകളിലും മുന്നോട്ട് തന്നെയാണ്. ഈ മാടമ്പികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദമായി ഉയർന്നു വരട്ടെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മാസ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ഇത് എടുക്കുവാണെങ്കിൽ ആൾക്കാർ എപ്പോഴും സാന്ദ്ര ചേച്ചിയുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ? അത് ഒരു സപ്പോർട്ടായിട്ട് തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആളുകൾ വന്ന് സംസാരിക്കുന്നതിന്, ഇപ്പം ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പം സ്ത്രീകൾ നേരെ വന്ന് എൻ്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും, ധൈര്യമായിട്ടിരിക്കണം, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് വന്ന് പറഞ്ഞ്. നേരത്തെയൊക്കെ എൻ്റെ അടുത്തേക്ക് വരാനോ എന്നോട് സംസാരിക്കാനോ ഒക്കെ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ. ഇത് നേരെ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച്
എന്നോട് പറയാണ്. പലപ്പോഴും പല സ്ത്രീകളും എൻ്റെ അടുത്ത് വന്ന കാര്യം അത്രയും അവർക്ക് എന്നെ അവരിൽ കാണാൻ പറ്റുന്നുണ്ട്. അതെ അതെ, ഒരു സഹോദരി, ഒരു സഹോദരിയെ പോലെ, അതുപോലെ തന്നെ അമ്മയെ പോലെ, മോളെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മമാര്, അവരുടെ കുടുംബത്തിൽ ഒരാളെ പോലെ അവരെന്നെ കാണുന്നുണ്ട്. അതെനിക്ക് അത് സ്ത്രീകളല്ല പുരുഷന്മാരും അടക്കം ഒരുപാട് പേര്, പിന്നെ എല്ലാവരും പറഞ്ഞില്ലേ, നമ്മൾ സ്ത്രീപക്ഷം നിൽക്കുന്ന ഒരുപാട് പുരുഷന്മാർ. അത് അവർക്ക് അത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം അമ്മമാരെ സ്നേഹിക്കുന്ന, അല്ല അമ്മമാരോട് അടുപ്പമുള്ളവർക്ക് കൂടുതൽ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് നീതി എന്തായാലും ചേച്ചി കിട്ടട്ടെ, ഏതറ്റം വരെയും പോകാൻ ജനങ്ങളും എല്ലാവരും സപ്പോർട്ടായിട്ട് എന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി ഒരുപാട് മലയാള സിനിമയിൽ നല്ല നല്ല സിനിമകൾ ചെയ്ത് ഇനി ഒരുപാട് വർഷക്കാലം നിലനിൽക്കട്ടെ. താങ്ക് യു.